നമ്മുടെ ഒരു വീഡിയോക്ക് അടിയിൽ വന്നൊരു കമൻ്റാണ്, 10ാം ക്ലാസ്സിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് പോലെയുള്ള അല്ലെങ്കിൽ JEE പോലെയുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. ഇത് വന്നപ്പം ചിലപ്പോഴൊക്കെ നമ്മളും സെഷനൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കുട്ടികളായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതേ ചോദ്യം ആവർത്തിക്കാറുണ്ട്. മലയാളം മീഡിയത്തിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക, പക്ഷേ സയൻസിൽ നല്ല അഭിരുചി ഉണ്ടാവണം, സയൻസ് ഭയങ്കര ഇഷ്ടം ഉണ്ടാവണം, പക്ഷേ ഞങ്ങളെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു കഥ പറയാം. നമ്മുടെ സ്കൂളിൽ ഈ പ്രാവശ്യത്തെ വൺ ഓഫ് ദി ടോപ്പർ ആയിട്ടുള്ള അലീഫ എന്ന് പറഞ്ഞ കുട്ടി, അലീഫ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ കൂടിയാണ്. അലീഫ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഇന്ന് പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, അലീഫ മലയാളം മീഡിയത്തിൽ നിന്ന് താഴെ ക്ലാസ്സിൽ മുതലേ, തുടക്കം മുതലേ മലയാളം മീഡിയത്തിൽ പഠിച്ച് 10ാം ക്ലാസ്സിൽ മലയാളം മീഡിയത്തിലെ എക്സാമൊക്കെ എഴുതിയ കുട്ടിയാണ്. ആദ്യം അവൾ ഇങ്ങനെ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും, എങ്ങനെയാണ് സാറേ നടക്കുന്നില്ല, പറ്റുന്നില്ല. അപ്പോൾ ഇവളുടെ പുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോൾ ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. ബയോളജിയിലൊക്കെ ടേമിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിസിക്സിലൊക്കെ ടേമിൻ്റെ മുകളിൽ ഇങ്ങനെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് ത്വരണം, ആക്സിലറേഷൻ എന്നുള്ളത് ത്വരണമെന്നും വെലോസിറ്റി പ്രവേഗം, മൊമെൻറ്റം ആക്കാണെന്നൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നാളുകൾ കഴിഞ്ഞു, 3-4 മാസം കഴിഞ്ഞു. അപ്പോഴൊക്കെ റാങ്കൊക്കെ കുറച്ച്, കാര്യം ഈ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. കാര്യം മലയാളത്തിൽ ഇംഗ്ലീഷിൽ പഠിക്കുന്ന ഒരു ക്ലാസ്സിനെ മലയാളത്തിലേക്ക് ആക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സമയത്ത് പിന്നീട് നമ്മൾ അവളെ കാണുന്നത് ഡെയിലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന, നന്നായിട്ട് എക്സാംസ് ഒക്കെ വരുമ്പോൾ, കോമ്പറ്റേറ്റീവ് എക്സാം, എൻട്രൻസ് ടൈപ്പ് എക്സാം ഒക്കെ വരുന്ന സമയത്ത് നീറ്റ് ബാച്ചിലായതുകൊണ്ട് 720 എക്സാമിലൊക്കെ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് മാറി. അപ്പോൾ ഞാൻ ഒരിക്കൽ അവളോട് തന്നെ ഇതേ ചോദ്യം, ഇതേ കാര്യം തന്നെ ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, സാർ ഒരു ക്വസ്റ്റ്യൻ രസകരമായി ചോദിക്കട്ടെ, പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്ന് വലിയൊരു റിസൾട്ടിലേക്കൊക്കെ എത്തിയില്ലേ, എന്താണ് ഈ സമയത്ത് മലയാളം മീഡിയം പഠിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടമായോ, അല്ലെങ്കിൽ വല്ല ഉപകാരം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു മറുപടി, 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് ഒബ്വിയസ്ലി പറയാനുള്ളത്, നിങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ടേമിൻ്റെ, പ്രത്യേകിച്ച് നമ്മൾ സയൻസിലുള്ള ടേമുകൾ ഉണ്ടാവില്ലേ, അത് ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്നുള്ളത് ഒരു സാധ്യതയായി കണ്ട ആളാണ് അലീഫ. ആ സാധ്യത എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾ പറയാണ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി, കുറച്ചുകൂടിയൊക്കെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി, ഇപ്പോൾ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമമോ 2ാം ചലന നിയമമോ അല്ലെങ്കിൽ ജൂൾസ് നിയമമോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ മോൾ കോൺസെപ്റ്റ് പറയുന്ന സമയത്തോ, ഇത് വൃത്തിക്ക്, ഇതിൻ്റെ ലോജിക്കലി വെരിഫൈഡ് ആയിട്ട് പഠിക്കാൻ, അറിയാൻ, ഉള്ളറിഞ്ഞ് പഠിക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ, അത് സാധ്യമായത് ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ടാണ് എന്ന് അവൾ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സാധ്യതയായിട്ട് കാണുക. നിങ്ങൾ വിചാരിക്കുന്ന ക്യാമ്പസിൽ, ഇപ്പോൾ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂട്ടത്തിലൊക്കെ IIT-ലോ അല്ലെങ്കിൽ NIT-ലൊക്കെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെ ഇത് കണ്ടിട്ടുണ്ട്. മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്നു, പക്ഷേ പിന്നീട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് പഠിച്ച് നല്ല സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെ, കുട്ടികളെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, ഇത് മലയാളം മീഡിയത്തിലോ ഇംഗ്ലീഷ് മീഡിയത്തിലോ CBSE-ലോ കേരള സ്റ്റേറ്റ്സിലോ പഠിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ എത്ര കണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുണ്ട്, എത്ര കണ്ട് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ വിജയത്തിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം.